Hello, children. Let us now start with your second lesson of science, chemistry, that is acids, bases, and salts. സോൾട്സ് നമുക്ക് പിന്നെ പറയാം സോൾട്സിനെ പറ്റി. ഈ വീഡിയോയിൽ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ആസിഡ്സ് ആൻഡ് ബേസസ്. ഓക്കെ, നൗ ആസിഡ്സ് ആൻഡ് ബേസസിൻ്റെ പ്രോപ്പർട്ടീസ് വി സ്റ്റാർട്ടഡ് സ്റ്റഡിങ് ഇൻ 7th സ്റ്റാൻഡേർഡ് ഇറ്റ് സെൽഫ്. ആ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ആസിഡ്സ് ആർ സോർ ടു ടേസ്റ്റ് ആൻഡ് ബേസസ് ആർ ബിറ്റർ ടു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ ടീച്ചേഴ്സിനോട് ഈ ആസിഡിനും ബേസിനും ടേസ്റ്റ് ആരാ ചെയ്തതെന്ന്? അതൊരു ചോദ്യമല്ലേ? ഇപ്പോൾ ആസിഡൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ എത്ര കൊറോസീവ് ആണ്. നമ്മുടെ സ്കിന്നിലൊക്കെ അത് വീഴുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് സോ മച്ച് ഓഫ് ഡാമേജ് ടു അവർ സ്കിൻ. സോ ഹൗ ഡെയർ യു ഗോ ആൻഡ് ടേസ്റ്റ് ഇറ്റ് ആൻഡ് ദെൻ യു സേ ഇറ്റ്സ് ടേസ്റ്റ് സോർ? അതേപോലെ ബേസിക് ഐറ്റംസും അത്ര ഇതൊന്നല്ല, അവരും കൊറോസീവ് നേച്ചറാണ്. ദേ വിൽ, ഇഫ് വെരി കോൺസെൻട്രേറ്റഡ്, ദേ വിൽ ഓൾസോ കോസ് ഡാമേജ് ടു അവർ സ്കിൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ഡയറിങ് ചെയ്തിട്ട് അതിനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ശരിക്കും ഒരു കോൺസെൻട്രേറ്റഡ് ആസിഡിന് വി ആർ നോട്ട് ഗോയിങ് ടു ടേസ്റ്റ് ആൻഡ് ടെൽ. നോർമൽ ആസിഡ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കുറേ ആസിഡ്സ് നമ്മൾ കം അക്രോസ് ചെയ്യുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ യുവർ ലൈം ജ്യൂസ്, നോ, ഇറ്റ് ഈസ് ആസിഡിക് ഇൻ നേച്ചർ, ഇറ്റ് ഹാസ് സിട്രിക് ആസിഡ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് സോർ. ഓക്കെ, അതേപോലെ ഇഫ് യു ആർ ഗോയിങ് ടു ടേസ്റ്റ് എനി ബേസിക് സബ്സ്റ്റൻസ് ലൈക്ക് യുവർ ബേക്കിംഗ് പൗഡറിന് വെള്ളത്തിൽ കലക്കിയ ആ സൊല്യൂഷൻ, ദാറ്റ് ഈസ് ബേസിക് ഇൻ നേച്ചർ. നൗ ഇഫ് യു ടേസ്റ്റ് ദാറ്റ്, ഇറ്റ് വിൽ ബി കൈൻഡ് ഓഫ് bitter to taste. So the basic difference that we learnt in 7th standard was acids are sour to taste and bases are bitter to taste. If I tell, has anybody tasted hydrochloric acid? ഫസ്റ്റ് യു വിൽ സേ വാട്ട്, നോ, നമ്മളൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല, അതാ ഫസ്റ്റ് പറയാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ സ്റ്റമക്ക് വി ഹാവ് നോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് മെനി ടൈംസ് വെൻ വി വോമിറ്റ്, ആൻഡ് ഐ എം ഷുവർ ഓൾ ഓഫ് യു മസ്റ്റ് ഹാവ് വോമിറ്റഡ് വൺസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ വോമിറ്റ് ചെയ്യുമ്പം ചിലപ്പം നമ്മൾ ഒന്നും കഴിക്കാതാണ് വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡൈജസ്റ്റീവ് ജ്യൂസൊക്കെ കലർന്നിട്ടാണ് നമ്മൾ തൊണ്ടയിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് അത് ഓർത്ത് നോക്കൂ. അത്രയും ഒരു സോർ ടേസ്റ്റ് അല്ലേ വരിക. സോ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ദ ടേസ്റ്റ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. യു ക്യാൻ സേ സോർ ടു ടേസ്റ്റ്. ആസിഡ്സ് ആർ സോർ ടു ടേസ്റ്റ്. പിന്നെ നമ്മൾ നോക്കിയ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആസിഡ്സ് ആർ കൊറോസീവ് ഇൻ നേച്ചർ. അപ്പോൾ നമ്മൾ അത്ര അതിനെ തൊട്ടൊന്നും അങ്ങനെ നോക്കില്ല. പക്ഷെ ഒരു ബേസ് ആണെങ്കിൽ ഇറ്റ് ഇസ് സോപ്പി ടു ടച്ച്. ബേസും നല്ല കോൺസെൻട്രേറ്റഡ് ബേസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കൊറോസീവ്, ബട്ട് ഇറ്റ് ഈസ് സ്ലിപ്പറി ടു ഫീൽ. ഓക്കെ, അപ്പോൾ അതൊരു ഡിഫറൻസ് ആണ്. ആസിഡ്സ് ആർ നോട്ട് സ്ലിപ്പറി ടു ഫീൽ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഇനിയൊരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ രണ്ട് ടെസ്റ്റും ഒന്നും നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യൂല. ആസിഡ് ആണോ ബേസ് ആണോ നോക്കാൻ വി ഡോണ്ട് ടേസ്റ്റ് ഓർ വി ഡോണ്ട് ടച്ച് ആൻഡ് സീ ഇറ്റ്. What we can do, you can take some oil or any fats like thing. We know that oils and fats dissolve in your base. So നല്ല ബേസിൽ അത് ഡിസോൾവ്, ഒരു ലിക്വിഡിൽ അത് ഡിസോൾവ് ആയാൽ യു ക്യാൻ സേ ഇറ്റ് ഈസ് എ ബേസ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിസോൾവിങ് യു വിൽ സേ ഇറ്റ് ഈസ് എൻ ആസിഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ആസിഡ് ആണോ ബേസ് ആണോ ചെക്ക് ചെയ്യാൻ ആവശ്യം വരുന്ന സാധനത്തിനാ പറയുക ഇൻഡിക്കേറ്റേഴ്സ്. Okay, what are indicators? They are used to tell whether given solution is acidic in nature or basic in nature. അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ പഠിച്ചതാണ്. അത് പല മോഡൽ ഉണ്ടാവും. ചിലപ്പം നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും, ചിലപ്പം സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിൽ എന്തൊക്കെ പെടുന്നത്? ലിറ്റ്മസ്. ഈ ലിറ്റ്മസ് വന്ന് പറഞ്ഞ സംഭവം ഒരു ലൈക്കൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു ഫംഗയും ആൽഗയും അസോസിയേഷൻ, സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൻ. അങ്ങനത്തെ ഒരു ലൈക്കൻ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ലിറ്റ്മസ്. അപ്പോൾ ഈ ലിറ്റ്മസ് എങ്ങനെ ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? അത് നോർമൽ ഒരു ഡൈല്യൂട്ടഡ് കണ്ടീഷൻസിലാണെങ്കിൽ ഇറ്റ്സ് കളർ ഇസ് പേർപ്പിൾ. ഓക്കെ, ഒരു ന്യൂട്രൽ കണ്ടീഷനിലാണെങ്കിൽ ലിറ്റ്മസ് ഒരു പേർപ്പിൾ കളറായിട്ടാണ് ഉണ്ടാവുക. പക്ഷെ ഒരു ആസിഡിക് കണ്ടീഷനിൽ ലിറ്റ്മസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേൺ ഇറ്റ്സ് കളർ ടു റെഡ്. അതേപോലെ ഒരു ബേസിക് കണ്ടീഷനിലാണ് ലിറ്റ്മസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേൺ ഇറ്റ്സ് കളർ ടു ബ്ലൂ. സോ ലിറ്റ്മസ് പേപ്പർ ഈസ് അവൈലബിൾ ആസ് എ സ്ട്രിപ്സ്. ഇപ്പോൾ നമുക്ക് കെമിസ്ട്രി ലാബിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ലിറ്റ്മസ് പേപ്പർ സ്ട്രിപ്സിൻ്റെ രൂപത്തിൽ തന്നെ അവൈലബിൾ ഉണ്ട്. യു ഹാവ് യുവർ റെഡ് ലിറ്റ്മസ് പേപ്പർ ആൻഡ് യു ഹാവ് യുവർ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. സോ ഇഫ് യു ആർ ടെസ്റ്റിംഗ് യുവർ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്നിട്ട് ആ സൊല്യൂഷൻ ഒരു ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ ദാറ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ വിൽ ചേഞ്ച് ഇൻ ടു ബ്ലൂ ഇൻ കളർ. അതൊരു ആസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ ആ കളർ ചേഞ്ച് ആവില്ല. റെഡ് ലിറ്റ്മസ് പേപ്പർ റെഡ് തന്നെ ആയിരിക്കും. അതേ സ്ഥാനത്ത് ഇഫ് യു ആർ ട്രൈങ് ഔട്ട് വിത്ത് എ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആൻഡ് ഇറ്റ് ഈസ് എൻ ആസിഡിക് സൊല്യൂഷൻ, അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയി റെഡ് കളർ ആവും. ഓക്കെ, അതൊരു ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ ആ ബ്ലൂ കളർ തന്നെ ഉണ്ടാവും, റെഡ് ആവില്ല. അപ്പോൾ ഒരു ലിറ്റ്മസ് പേപ്പറിൻ്റെ ചേഞ്ച് ഇൻ കളർ വെച്ചിട്ട് യു ക്യാൻ ടെൽ വെദർ ഇറ്റ് ഗിവൻ ലിക്വിഡ് ഈസ് ആസിഡിക് ഓർ ബേസിക് ഇൻ നേച്ചർ. So we see litmus is acidic, it shows red color, and in basic it shows blue color.
ഇനി നാച്ചുറലായിട്ട് നമ്മൾ കാണുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ടർമറിക്, നമ്മൾ മഞ്ഞപ്പൊടി. ഇപ്പോൾ ടർമറിക് ഇപ്പോൾ നമ്മളൊരു നാപ്കിനിലൊക്കെ മഞ്ഞപ്പൊടി ആയപ്പോൾ നമ്മളിപ്പോൾ ടിഫിനൊക്കെ കൊണ്ടുപോകുമ്പം ഒരു നാപ്കിനൊക്കെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതിൽ നമ്മളെ കറിയൊക്കെ എന്തെങ്കിലും ചിന്തി ഉണ്ടാവും. അപ്പോൾ നമ്മളത് സോപ്പ് സൊല്യൂഷൻ ഇട്ട് കഴുകുമ്പം ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് കാണാം. അതെന്താണ് ആക്ച്വലി ഈ ടർമറിക് ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അത് ആൽക്കലൈൻ കണ്ടീഷൻസിൽ, ഒരു ബേസിക് കണ്ടീഷനിൽ ഇറ്റ് വിൽ ടേൺ ഇറ്റ്സ് കളർ ടു ബ്രൗൺ. ഓക്കെ, അപ്പോൾ ടേർമറിക് ടേൺസ് ബ്രൗൺ ഇൻ ബേസിക് സൊല്യൂഷൻ. അപ്പോൾ അതിനൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് യു ക്യാൻ യൂസ്. സെയിം വേ ഹൈബിസ്കസ് പ്ലാന്റിൻ്റെ പെറ്റൽസ് ഇല്ലേ, ആ പെറ്റൽസൊക്കെ യൂസ് ചെയ്തിട്ട് യു ക്യാൻ മേക്ക് ആൻ ഇൻഡിക്കേറ്റർ. ഹൗ ഇറ്റ് വിൽ വർക്ക്, ഒരു ബേസിക് സൊല്യൂഷനിലാണ് നിങ്ങൾ പ്ലാന്റിൻ്റെ പെറ്റൽസിൻ്റെ എക്സ്ട്രാക്ട് ഇടാനെങ്കിൽ ദാറ്റ് കളർ ചേഞ്ചസ് ടു ഗ്രീൻ. അങ്ങനെ ഗ്രീൻ കളർ വരാനെങ്കിൽ യു ക്യാൻ അഷ്യൂർ ഓക്കെ ദാറ്റ് ഗിവൻ സൊല്യൂഷൻ ഈസ് എ ബേസിക് സൊല്യൂഷൻ. അപ്പോൾ ദീസ് ആർ ഓൾ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പോൾ ഇതേപോലെ ഹാവ് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ്. സിന്തറ്റിക് മീൻസ് മാൻ മെയ്ഡ് ഇൻഡിക്കേറ്റേഴ്സ്. ഫസ്റ്റ് പറയുന്നത് ഫിനോഫ്തലിൻ. ഓക്കെ, അപ്പോൾ ഫിനോഫ്തലിൻ ആണെങ്കിൽ ദാറ്റ് ഈസ് കളർലെസ്. ഫിനോഫ്തലിൻ ഈസ് എ കളർലെസ് സൊല്യൂഷൻ. അപ്പോൾ അതിന് എങ്ങനെയാണ് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് നോ ദാറ്റ് ഫിനോഫ്തലിൻ ബിക്കംസ് pink in color in basic condition. It is colorless in acidic condition. Okay, so you will have like this a solution in which you have added phenolphthalein. ഒരു കുറച്ച് ഡ്രോപ്സ് ഇട്ടാൽ മതിയാവും. അപ്പോൾ ഈ ഫസ്റ്റ് ആസിഡ് സൊല്യൂഷനിൽ ഫിനോഫ്തലിൻ ഇട്ട ഒരു കളർ ഒന്നും ചേഞ്ച് ആവണില്ല. പക്ഷെ ഒരു ആൽക്കലി സൊല്യൂഷനിൽ നിങ്ങൾ ഫിനോഫ്തലിൻ ഇട്ടാൽ എന്താവും, അതൊരു പിങ്ക് കളറായി പോകും. Okay, that alkali solution will become pink in color. അപ്പോൾ acidic solutions phenolphthalein will be colorless. In basic solutions it will become pink in color. Next you need to know about the methyl orange. Methyl orange ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതെന്താവും, ബേസിക് സൊല്യൂഷനിൽ it becomes yellow in color. Okay, അതിന് quite acidic it is and its color is quite pale red. പക്ഷേ അത് acidic സൊല്യൂഷനിൽ നല്ല ഡാർക്ക് റെഡ് ആവും. ബേസിക് സൊല്യൂഷനിൽ അത് യെല്ലോ കളർ ആയിപ്പോവും. ഈ നടുവിൽ കാണുന്നതാണ് മിഥൈൽ ഓറഞ്ച്. ഒരു ആൽക്കലി മീൻസ് ബേസിക്. ആ ബേസിക് സൊല്യൂഷനിൽ ഇട്ടപ്പം അത് യെല്ലോ കളറായി. ആൻഡ് ആസിഡിക് സൊല്യൂഷനിൽ ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. ഇപ്പോൾ എനി സൊല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത് ആസിഡ് ആണോ ബേസ് ആണോ നോക്കുകയാണെങ്കിൽ അതിൽ 2 തുള്ളി മിഥൈൽ ഓറഞ്ച് ഇട്ടിച്ചാൽ യു ക്യാൻ ബി അഷ്യൂർഡ് ഓഫ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ ചിൽഡ്രൻ, നൗ സീ ദിസ് ടേബിൾ ഹിയർ. ഐ ഹവ് റിട്ടൻ സം നെയിം ഓഫ് സം compounds. First is hydrochloric acid, H2SO4 is sulfuric acid, HNO3 is nitric acid, CH3COH is acetic acid, then you have KOH is potassium hydroxide, MgOH is magnesium hydroxide, NH4OH is ammonium hydroxide. But these solutions, if we are going to do the test, okay, let us see what we will see. When you put red litmus in HCl, what color do you have? The change of color. Red litmus will show no change, but your blue litmus will change to red. Phenolphthalein will show no change and methyl orange will show red color. Okay, about why this is because HCl is an acid. HCl ഒരു ആസിഡ് ആണ്. അപ്പോൾ റെഡ് ലിറ്റ്മസ് വിൽ നോട്ട് ചേഞ്ച് ഇറ്റ്സ് കളർ. അപ്പോൾ അതേ സ്ഥാനത്ത് H2SO4 അതും ഒരു ആസിഡാണ്. സോ എവറിത്തിങ് വിൽ ബി സെയിം. Your HNO3 അതും ഒരു ആസിഡാണ്. സോ എവറിത്തിങ് വിൽ ബി സെയിം. Your CH3COH that is also an acid. So everything will remain same. Now what is your KOH? KOH is a base. So in that case what will happen? Red litmus will turn blue. Blue litmus will remain as it is. There will be no change in blue litmus. Phenolphthalein എന്താവും? KOH is basic, no? So phenolphthalein will become pink color, will show pink color. And your methyl orange will show yellow color. അതേപോലെ this MgOH2 is also your basic, so everything will remain same. And your ammonium hydroxide is also basic, so everything will remain same. So this is how we use indicators to tell the nature of a given solution. Okay, you need to know about one more type of indicators that are called olfactory indicators. Olfactory indicators means അവരുടെ സ്മെല്ലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നാച്ചുറലായിട്ട് വരുന്ന അങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഓണിയൻ ആണ്. ഓണിയൻ അങ്ങനത്തെ ഒരു ഇൻഡിക്കേറ്ററാണ്. ഓണിയൻക്ക് ഒരു ടിപ്പിക്കൽ ഭയങ്കര ഒരു പഞ്ചൻറ്റ് സ്മെല്ലില്ലേ. അപ്പോൾ ഈ ഓണിയൻ്റെ സ്മെല്ല് വന്ന് ആസിഡിക് കണ്ടീഷൻസിലാവുമ്പോൾ ആ സ്മെല്ല് അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഒരു ബേസിക് കണ്ടീഷൻസിലാവുമ്പോൾ ആ സ്മെല്ല് നഷ്ടപ്പെടും. ഓണിയൻക്ക് ആ സ്മെല്ല് പിന്നെ നഷ്ടപ്പെടും. അപ്പോൾ ദാറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, ദ സൊല്യൂഷൻ ഈസ് ബേസിക്. ഇപ്പോൾ വാനിലാവും അങ്ങനെ തന്നെ. പിന്നെ ക്ലോവ് ഓയിൽ,
they are all lose their typical fragrance in basic environment. ഇത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ടേക്ക് വൺ ഓണിയൻ ആൻഡ് യു മേക്ക് എ സൊല്യൂഷൻ ഓഫ് യുവർ ബേക്കിംഗ് സോഡ ആൻഡ് വാട്ടർ. ഓക്കെ, കൂടുതൽ ബേക്കിംഗ് സോഡ അപ്പക്കാരൊക്കെ ഉണ്ടാവില്ല, എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ദാറ്റ് ഈസ് എ ബേസിക് സൊല്യൂഷൻ. അതിൽ ഈ ഓണിയൻ ഇട്ട് നോക്കൂ, യു വിൽ ഫൈൻഡ് ദാറ്റ് ദ സ്മെൽ ഓഫ് ദാറ്റ് ഓണിയൻ സ്ലോലി ഫേഡ്സ് അവേ. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹൗ ഡു ദീസ് ആസിഡ്സ് ഓർ ബേസസ് റിയാക്ട്സ്. കുറച്ച് അവരുടെ റിയാക്ഷൻസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഓൾമോസ്റ്റ് 5 ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് യു ഹാവ് ടു സ്റ്റഡി. ഫസ്റ്റ് യു ഹാവ് ടു നോ റിയാക്ഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് വിത്ത് മെറ്റൽസ്. Okay, acid and bases, how they react with metals, that you have to see. Then reaction of metal carbonates and metal hydrogen carbonates with acid. അപ്പോൾ ആസിഡിൻ്റെ റിയാക്ഷനാണ് നോക്കുന്നത് സെക്കൻഡ് കേസിൽ. തേർഡ് കേസിൽ ആസിഡും ബേസും തമ്മിൽ എങ്ങനെ റിയാക്റ്റ് ആവും അതും നോക്കും. പിന്നെ ഫോർത്ത് കേസിൽ മെറ്റൽ ഓക്സൈഡ്സ് എങ്ങനെയാണ് ആസിഡിൻ്റെ കൂടെ റിയാക്റ്റ് ആവുന്നത്, പിന്നെ നോൺ മെറ്റൽ ഓക്സൈഡ് എങ്ങനെയാണ് ബേസിൻ്റെ കൂടെ റിയാക്റ്റ് ആവുന്നത്. ദീസ് ആർ ദ വേരിയസ് റിയാക്ഷൻസ് ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദിസ് ലെസൺ. ലെറ്റ് us take them one by one. So the first one here we have is reaction of acids and bases with metals. ഇപ്പോൾ മെറ്റൽസിൻ്റെ കൂടെ ആസിഡ്സ് റിയാക്ട് എങ്ങനെ ചെയ്യും? ഇപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. മെറ്റൽസ് വന്ന് ആസിഡിൻ്റെ കൂടെ ഭയങ്കര റിയാക്ഷനാണ് കാണിക്കുക, പക്ഷെ ബേസിക് സബ്സ്റ്റൻസസിൻ്റെ കൂടെ എല്ലാ ബേസസിൻ്റെ കൂടെ റിയാക്ട് ചെയ്യൂല, ചില ബേസസിൻ്റെ കൂടെ മാത്രം റിയാക്ഷൻ കാണിക്കും. ഇൻ യുവർ ടെസ്റ്റ് ട്യൂബ് യു ഹാവ് ടേക്കൺ യുവർ സിങ്ക് ഗ്രാനുവൽസ്. ഓക്കെ, അതിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇടും. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഇടുമ്പോൾ തന്നെ വാട്ട് യു ക്യാൻ സീ എഫർവെസൻസ്, നൈസ് ഗ്യാസ് ബബിൾസ് കമ്മിങ് ഔട്ട്. ഓക്കെ, നമ്മൾ സ്പ്രൈറ്റിൻ്റെ ഒക്കെ കുപ്പിയൊക്കെ തുറന്ന് ഇടുമ്പോൾ എങ്ങനെ ഗ്യാസ് കാണുന്നത് അങ്ങനെ. അപ്പോൾ ഈ ഗ്യാസ് ബബിൾസ് ദാറ്റ് ആർ കമ്മിങ് അപ്പ് അതൊരു ഡെലിവറി ട്യൂബിലൂടെ അടുത്ത സൊല്യൂഷനിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, വൈ? ബിക്കോസ് വി വോണ്ട് ടു സീ വാട്ട് ഈസ് ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട്. ഇപ്പോൾ ഒരു മെറ്റലും ഒരു ആസിഡിൻ്റെയും റിയാക്ഷൻ നമ്മൾ കാണുന്നുണ്ട്, ശരിക്കും ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, പിന്നെ ഒരു ഗ്യാസും ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, ഈ ഡെലിവറി ട്യൂബിനെ ഇവിടെ ഒരു സോപ്പ് സൊല്യൂഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സോപ്പ് സൊല്യൂഷനിൽ ഇങ്ങനെ ഗ്യാസ് വരുമ്പോൾ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ബബിൾസ് ഉണ്ടാകുമ്പോൾ ഈ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസാണ് ആ ബബിളിൻ്റെ ഉള്ളിൽ നിന്ന് അറിയുന്നത്. അപ്പോൾ ആ ഗ്യാസ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, ഒരു ലൈറ്റഡ് സ്റ്റിക്ക് എടുത്തിട്ട് ആ ബബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആ ബബിൾ പൊട്ടുമല്ലോ, ആ പൊട്ടിയാൽ അതിൻ്റെ ഉള്ളിലത്തെ ഗ്യാസ് അല്ലേ പുറത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് എന്ത് ഗ്യാസ് ആണെന്ന്. അതൊരു ഓക്സിജൻ ഗ്യാസ് ആണെങ്കിൽ ആ ഫ്ലെയിം ഇനിയും ഭയങ്കരമായിട്ട് കത്തിയിട്ടുണ്ടാവും. അതൊരു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണെങ്കിൽ ആ ഫ്ലെയിം അവിടെ എക്സ്റ്റിങ്ക്വിഷ് ആയിട്ടുണ്ടാവും, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷസ് ഫയർ, അപ്പോൾ ദാറ്റ് വിൽ എക്സ്റ്റിങ്ക്വിഷ്. പക്ഷേ ഈ കേസിൽ നമ്മൾ എന്താ കാണാൻ അറിയോ, വെൻ ദ ബബിൾ ബ്രേക്സ് അപ്പ് ഇറ്റ് ബ്രേക്സ് വിത്ത് എ പോപ്പിംഗ് സൗണ്ട്. ഒരു പോപ്പ് അങ്ങനെ ഒരു സൗണ്ട് വരും. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ആസ് പോപ്പിംഗ് സൗണ്ട്. അപ്പോൾ ഹൈഡ്രോജൻ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പിംഗ് സൗണ്ട്. അത് ഹൈഡ്രോജൻ ഗ്യാസിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. സോ വി കൺക്ലൂഡ് ദാറ്റ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഹൈഡ്രോജൻ ഗ്യാസ്. Okay, the hydrogen gas is released during this reaction. അപ്പോൾ ഈ റിയാക്ഷനിൽ when a metal reacts with an acid, now it could be any metal, like in this case you have taken zinc, അങ്ങനെ അലുമിനിയം എടുക്കാം, or else iron എടുക്കാം. അപ്പോൾ when they react with your hydrochloric acid, hydrogen is released. Okay, this is the gas being released, collected in soap water as bubbles and popping sound. അപ്പോൾ zinc plus H2SO4 gives you ZnSO4 plus H2. അപ്പോൾ this will be the formula, zinc plus sulfuric acid giving you ZnSO4 plus H2. Okay, hydrochloric acid എടുക്കുകയാണെങ്കിൽ ZnCl plus H2 അങ്ങനെ. How can we write this reaction? Acid plus metal, ആസിഡിൻ്റെ കൂടെ മെറ്റൽ വെൻ യു ജോയിൻ യു ഗെറ്റ് എ സോൾട്ട് ആൻഡ് യു ഗെറ്റ് ഹൈഡ്രോജൻ ഇസ് റിലീസ്ഡ്. ഓക്കെ, അപ്പോൾ അത് ക്യാരക്ടറിസ്റ്റിക് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു റിയാക്ഷൻ നടന്നു, അതിൽ ഒരു ആസിഡ് മെറ്റൽ റിയാക്ട് ചെയ്തപ്പം ഏത് ഗ്യാസാണ് റിലീസ് ചെയ്ത്, ദെൻ യു ഷുഡ് നോ ഇറ്റ് ഈസ് എ ഹൈഡ്രോജൻ ഗ്യാസ്. ദേ ക്യാൻ ഫർദർ ആസ്ക് ഹൗ വിൽ യു കൺഫേം ദാറ്റ് ഇറ്റ് ഈസ് എ ഹൈഡ്രോജൻ ഗ്യാസ്, ദെൻ യു ഹാവ് ടു സേ ഇറ്റ് ബേൺസ് വിത്ത് എ പോപ്പിംഗ് സൗണ്ട്, സോ വി കൺഫേം ദാറ്റ് ഇറ്റ് ഈസ് ഹൈഡ്രോജൻ ഗ്യാസ്. ഇനി നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ കാണുന്ന ഇക്വേഷൻ എന്താണ്, ഹൗ എ ബേസ് റിയാക്ട്സ് വിത്ത് എ മെറ്റൽ. ഇപ്പോൾ NaOH ഒരു ബേസാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസാണ്. അപ്പോൾ ഈ കേസിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട്സ് വിത്ത് സിങ്ക് ടു പ്രൊഡ്യൂസ് യുവർ സോഡിയം സിങ്കേറ്റ് ആൻഡ് ദിസ് ഹാപ്പൻസ് വിത്ത് ദ എവല്യൂഷൻ ഓഫ് ഹൈഡ്രോജൻ. ഹൈഡ്രോജൻ ഇസ് റിലീസ്ഡ്. പക്ഷേ എല്ലാ ബേസും മെറ്റൽസിനെ കൂടെ റിയാക്ട് ചെയ്യൂല, ഓൺലി എ ഫ്യൂ ബേസസ് ക്യാൻ റിയാക്ട്. ദാറ്റ് ആൻഡ് ഓൾ യു വിൽ ലേൺ ഇൻ ലേറ്റർ ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ഹൗ മെറ്റൽ കാർബോനേറ്റ്സ് ആൻഡ് ഹൈഡ്രോജൻ കാർബോനേറ്റ്സ് റിയാക്ട് വിത്ത് ആസിഡ്സ്.
അപ്പോൾ ഇത്ര വലിയ വലിയ പേര് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് എളുപ്പമാണ് കേട്ടോ സംഭവം. ഇതൊരു മെറ്റൽ കാർബണേറ്റ് വേണം. അപ്പോൾ ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽ കാർബണേറ്റ് എന്താണ്? ദാറ്റ് ഇസ് സോഡിയം കാർബണേറ്റ്. സോഡിയം ഒരു മെറ്റലാണ്, അപ്പോൾ ആ മെറ്റൽ കാർബണേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സോഡിയം കാർബണേറ്റ്. അത് വന്ന് ആസിഡിൻ്റെ കൂടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോഡിയം കാർബണേറ്റ് എടുത്ത് പിന്നെ അതിൽ കുറച്ച് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഇടുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ എന്താ നടക്കുന്നത്, എന്താ റിലീസ് ചെയ്യുന്നത്, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണിത്. ഓക്കെ, ഇതിൽ വാട്ട് വി ആർ ഡൂയിങ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, വി ആർ ടേക്കിംഗ് യുവർ സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ആണ് യുവർ മെറ്റൽ കാർബണേറ്റ്. അതിൻ്റെ ആസിഡിൻ്റെ കൂടെ റിയാക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സോഡിയം കാർബണേറ്റിൽ ആസിഡ് HCl ഒഴിച്ചപ്പം വാട്ട് ഹാപ്പൻഡ്, ഇറ്റ് ഫോംസ് എ sodium chloride salt. Then water and carbon dioxide gas is released. ഇപ്പോൾ ഒരു ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഗ്യാസാണ് ഇതിലൂടെ കളക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഗ്യാസ് ഏത് ഗ്യാസാണെന്നോ നമ്മൾക്ക് തീരുമാനിക്കണം. അപ്പോൾ അത് തീരുമാനിക്കാൻ എന്താക്കും, വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കാർബൺ ഡയോക്സൈഡ്, ബട്ട് വി ആർ ഗോയിങ് ടു കൺഫേം ആൻഡ് പ്രൂവ് ദാറ്റ് യെസ് ഇറ്റ് ഈസ് കാർബൺ ഡയോക്സൈഡ്. സോ വൺ ഓഫ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാർബൺ ഡയോക്സൈഡ് എന്താണ്, ഇറ്റ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ലൈം വാട്ടർ മീൻസ് നോട്ട് അവർ ലൈം ജ്യൂസ്. യുവർ കാൽഷ്യം ഓക്സൈഡ് വന്ന് സൊല്യൂഷൻ്റെ ഫോമിലാവുമ്പം മീൻസ് നമ്മൾ കുമ്മായം വന്ന് വെള്ളത്തിൽ കലക്കി വെക്കൂലേ, ദാറ്റ് ഈസ് എ ലൈം വാട്ടർ. ഓക്കെ, അത് കൂടുതൽ വെള്ളത്തിലിട്ട് കളിക്കിയാൽ അതൊരു കളർലെസ് ലിക്വിഡായിട്ട് നിൽക്കും, ലൈം വാട്ടർ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ വെൻ യുവർ ദിസ് ഡിസ്ചാർജ് ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു എ ട്യൂബ് കണ്ടെയ്നിങ് യുവർ ലൈം വാട്ടർ, അപ്പോൾ നമ്മൾ എന്താ കാണുന്നത്, ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഗ്യാസ് ഈ ലൈം വാട്ടറിന് ഒരു വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് ആക്കുന്നുണ്ട്. സോ വി വിൽ സേ ലൈം വാട്ടർ ടേൺസ് മിൽക്കി, വൈറ്റ് കളർ ആവും, ലൈം വാട്ടർ വൈറ്റ് കളർ ആവും. സോ വി സേ ദ ഗ്യാസ് ലിബറേറ്റഡ് ഇസ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഓർമ്മ വേണം. That is your metal carbonate, that is Na2CO3 reacts with an acid to give a salt, water and carbon dioxide. ഈ ഫോർമുല ബൈ ഹാർട്ട് ആവണം. ഓക്കെ, ദിസ് ഈസ് അവർ മെറ്റൽ കാർബണേറ്റ് റിയാക്ട്സ് വിത്ത് ആൻ ആസിഡ്. അതേപോലെ ഒരു മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് തരാനെങ്കിൽ, സോ ഇൻ ദിസ് കേസ് യു ആർ ടേക്കിംഗ് സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് ഓൾസോ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം NaCl, H2O and CO2. Okay, so these are the products that has released. Now ഈ CO2 തന്നെ CO2 തന്നെ ആണെന്ന് കൺഫേം ചെയ്യാനാണ് നമ്മൾ പാസ് ഇറ്റ് ഓവർ ദ ലൈം വാട്ടർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും യു ഹാവ് ടു സീ. ഓക്കെ, ദിസ് ഈസ് ലൈം വാട്ടർ, CaOH twice is your lime water plus CO2. Okay, CaOH twice plus CO2 gives you CaCO3 plus H2O. അപ്പോൾ ഈ CaCO3 ഉണ്ടാവുന്നുണ്ടല്ലോ, അതൊരു വൈറ്റ് കളർ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൊല്യൂഷനിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വൈറ്റ് കളർ സബ്സ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലിക്വിഡ് തന്നെ വൈറ്റ് കളർ മിൽക്കി ആയി പോകും. ദെൻ വി ക്യാൻ കൺഫേം യെസ് ദ ഗിവൻ ഗ്യാസ് ഇസ് കാർബൺ ഡയോക്സൈഡ് ഓൺലി, കാർബൺ ഡയോക്സൈഡ് ആണ് ലിബറേറ്റ് ആയതെന്ന് ഉറപ്പ് വരുത്താൻ കഴിയും. അപ്പോൾ ഈ റിയാക്ഷൻ കണ്ടല്ലോ, ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു റിയാക്ഷൻ ആണല്ലോ. ഈ നമ്മൾ പറഞ്ഞില്ലേ ലൈം, CaO, ആ ലൈമിൽ വെള്ളം ഇട്ടപ്പോഴല്ലേ ഇതുണ്ടായത്, ചുണ്ണാമ്പ്. പിന്നെ അത് നമ്മൾ ചുമരുമ തേച്ചപ്പോൾ എന്തായി, കാർബൺ ഡയോക്സൈഡിനോട് റിയാക്ട് ചെയ്ത് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കി, വിച്ച് മേക്സ് ദ വാൾ മോർ ബ്രൈറ്റ് ആൻഡ് വൈറ്റ്. അതൊക്കെ ഓർമ്മയില്ലേ, ആ സെയിം റിയാക്ഷൻ ആണത്, പുതിയതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇൻ ദിസ് കേസ് വാട്ട് വി സി, വെൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ലൈം ഈസ് ഗിവൻ എ ട്രീറ്റ്മെൻറ്റ് വിത്ത് കാർബൺ ഡയോക്സൈഡ്, ഇറ്റ് ടേംസ് മിൽക്കി. ഓക്കെ, ഇറ്റ് ബിക്കംസ് വൈറ്റിഷ് ഇൻ കളർ. അത് വന്ന് ഇനി കൂടുതൽ കാർബൺ ഡയോക്സൈഡും വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടേ പോയാൽ എന്താവും, ദാറ്റ് കാൽഷ്യം കാർബണേറ്റ് വിൽ ദെൻ ഫോം കാൽഷ്യം ഹൈഡ്രോജൻ കാർബണേറ്റ് വിച്ച് ഇസ് സോല്യൂബിൾ ഇൻ വാട്ടർ. ഓക്കെ, പിന്നെ ഉണ്ടാവുന്നത് കുറേ കഴിഞ്ഞാൽ അത് സോല്യൂബിൾ ആയിരിക്കും, പിന്നെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നിൽക്കില്ല. So this is what you had to learn. So you have metal carbonate plus acid that gives you salt plus carbon dioxide plus water. Metal hydrogen carbonate also reacts with acid to give you salt, carbon dioxide and water. And next we are going to see how acids and bases react with each other. ഓക്കെ, ഇതുവരെ നമ്മൾ എന്താ കണ്ട്, ഹൗ മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ബേസ് കണ്ടു. പിന്നെ ഹൗ ഹൈഡ്രോജൻ കാർബണേറ്റ് ആൻഡ് കാർബണേറ്റ് ഓഫ് എ മെറ്റൽ റിയാക്ട്സ് വിത്ത് ആസിഡ്സ്, അത് കണ്ടു. ഇനി ഈ ആസിഡും ബേസസും തമ്മിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, അതാണ് കാണാൻ പോകുന്നത്. യു ഹാവ് എ ജനറൽ ഫോർമുല, that is your NaOH is a base and HCl is an acid, no? So when they react they form a salt and water. ഓക്കെ, അപ്പോൾ ഈ ഉണ്ടാവുന്ന ബേസ്
പ്ലസ് ആസിഡ് എന്ത് സൊല്യൂഷനാണ് ഫൈനലി തരുന്നത്? ദാറ്റ് വിൽ ബി ഈതർ ബേസിക് ഓർ ന്യൂട്രൽ ഓർ ആസിഡിക്. അത് എപ്പോഴാണ് ബേസിക് ആവുക? NaOH കൂടുതലാവുമ്പം ഈ സൊല്യൂഷൻ ബേസിക് ആവും. ഇല്ലെങ്കിൽ HCl കൂടുതലാവുമ്പോഴോ എന്താവും? ഈ സൊല്യൂഷൻ ആസിഡിക് ആവും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു റിയാക്ഷനിൽ നമ്മൾ കാണാറുണ്ട്. എങ്ങനെ? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിൽ കുറച്ച് NaOH ഇടാം. ഓക്കെ, പിന്നെ അതിൽ കുറച്ച് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഇടുക. അപ്പോൾ എന്താവും? ഈ ഫുൾ സൊല്യൂഷൻ പിങ്ക് കളറാവും. പിന്നെ എന്താക്കണം? യു പുട്ട് യുവർ HCl ഇതിലേക്ക് ഇടുമ്പോൾ എന്താവും? മെല്ലെ ഇടുമ്പം ഈ ഫസ്റ്റ് ഭയങ്കര പിങ്ക് കളറാവില്ലേ, മെല്ലെ അത് ഫുൾ കളർലെസ് ആവും. ഓക്കെ, ആ സൊല്യൂഷൻ ഫുൾ കളർലെസ് ആവും. അപ്പോൾ ആ കറക്റ്റ് പോയിൻറ്റ് വേർ ഇറ്റ് എൻഡ്സ് ദാറ്റ് കളർ ചേഞ്ചസ് ടു കളർലെസ്, അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണാൻ പറ്റും. ഏത് പോയിൻറ്റിലാണ് എത്ര ആസിഡ് വേണ്ടി വന്ന് അതിനെ ന്യൂട്രലാക്കാൻ, അങ്ങനെയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഫോർ നൗ യു ജസ്റ്റ് റിമെമ്പർ ദിസ് മച്ച്, ദാറ്റ് എ ബേസ് പ്ലസ് ആസിഡ് ഗിവ്സ് യു സോൾട്ട് പ്ലസ് വാട്ടർ. ദിസ് ഈസ് ദ ബേസിക് റിയാക്ഷൻ. ഹൗ ബേസ് ആൻഡ് ആസിഡ്സ് റിയാക്ട് വിത്ത് ഈച്ച് അതർ. യു ഹാവ് salt and water being formed. ഇത് ഓർമ്മ വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്ന 2 സംഭവത്തിന് ഈ റിയാക്ഷൻ വി വിൽ ബി യൂസിങ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന റിയാക്ഷൻ ഓഫ് മെറ്റാലിക് ഓക്സൈഡ്സ് വിത്ത് ആസിഡ്സ്. അപ്പോൾ ഈ മെറ്റാലിക് ഓക്സൈഡ്സ് എങ്ങനെയാണ് ആസിഡിൻ്റെ കൂടെ റിയാക്റ്റ് ആവുക? ദാറ്റ് ഈസ് എ മെറ്റാലിക് ഓക്സൈഡ്. മെറ്റാലിക് ഓക്സൈഡ് എന്താ? എന്തെങ്കിലും ഒരു മെറ്റലിൻ്റെ ഓക്സൈഡ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് നോക്കാം ഒരു കോപ്പർ ഓക്സൈഡ്. ഓക്കെ, കോപ്പർ ഓക്സൈഡ് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, ഒരു ബ്ലാക്ക് കളർ പൗഡർ കോപ്പർ ഓക്സൈഡ്. അത് വന്ന് ആസിഡിൻ്റെ കൂടെ റിയാക്റ്റ് ആയാൽ വാട്ട് വിൽ ഹാപ്പൻ? You can represent it as this formula. CuO plus 2HCl will give you CuCl2 plus H2O. CuCl2 is a blue color liquid. Okay, so your color change you can see. So copper oxide will react with HCl to give your copper chloride plus water. Copper oxide or metal oxide ആണ്, പിന്നെ ഇതൊരു ആസിഡ് ആണ്. that gives you salt and water. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ആസിഡാണ്, ഇത് സോൾട്ടാണ്, ഇത് വാട്ടറാണ്. അപ്പോൾ വി ഹാവ് ദ ജനറൽ ഫോർമുല നോ, ബേസ് പ്ലസ് ആസിഡ് ഗിവ്സ് യു സോൾട്ട് ആൻഡ് വാട്ടർ. അതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു ബേസാണ്. അപ്പോൾ വി ആർ കമ്മിങ് ടു ദ കൺക്ലൂഷൻ, മെറ്റൽ ഓക്സൈഡ്സ്, ഇത് മെറ്റലാണ്, ഇത് അതിൻ്റെ ഓക്സൈഡാണ്. അപ്പോൾ മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. അപ്പോൾ ആ കൺക്ലൂഷനിലേക്ക് വരാനാണ് നമ്മളിപ്പോൾ ഈ സംഭവം നോക്കിയത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ് വിത്ത് ബേസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഈക്വേഷൻ ഒന്നും തന്നിട്ടില്ല, നമ്മൾ നേരത്തെ പഠിച്ച ഈക്വേഷൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഈ ഈക്വേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദിസ് ആണ്, കാർബൺ ആണ് നോൺ മെറ്റൽ. അപ്പോൾ കാർബൺ ഓക്സൈഡ്, ദാറ്റ് ഈസ് യുവർ നോൺ മെറ്റാലിക് ഓക്സൈഡ്. നോൺ മെറ്റാലിക് ഓക്സൈഡ് റിയാക്ഷൻ വിത്ത് ബേസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ആണ്. ദിസ് ഈസ് എ നോൺ മെറ്റൽ ഓക്സൈഡ് ഗിവിങ് യു എ സോൾട്ട് പ്ലസ് വാട്ടർ. ദിസ് ഈസ് ദ റിയാക്ഷൻ ദാറ്റ് വി ഫൈൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക? നോൺ മെറ്റാലിക് ഓക്സൈഡിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും? യെസ്, ഇറ്റ് വിൽ ബി ആസിഡിക് ഇൻ നേച്ചർ. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വിൽ ബി ആസിഡിക് ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ ഇത് ഈ റിയാക്ഷൻ നമ്മൾ പഠിച്ചത് ഈ കൺക്ലൂഷനിലേക്ക് എത്താനാണ്. അപ്പോൾ വാട്ട് ഡിഡ് വി സി? മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ ആൻഡ് നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ ആസിഡിക് ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിയൊരു കാര്യം നമുക്ക് നല്ല ശ്രദ്ധയിൽ വരേണ്ടി, ഇപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആസിഡിക് ആണോ? അപ്പോൾ ആൻസർ യെസ്, ഇറ്റ് ഈസ് ആസിഡിക്. കാർബൺ ഡൈ ഓക്സൈഡിന് വെള്ളത്തിൽ കലക്കിയാൽ യു ഗെറ്റ് കാർബോണിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആസിഡിക് ആണെന്നൊക്കെ പറയുമ്പം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ എത്ര ഉണ്ടല്ലോ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ആ റെയിൻ വാട്ടർ വരുമ്പോൾ അത് വെള്ളമാണ്. അപ്പോൾ ദർ മിക്സിങ് ഹാപ്പൻസ് നോ. For that is why rain water is slightly acidic. ഓക്കെ, അപ്പോൾ അതൊരു നല്ല ഇൻഫോർമേഷൻ അല്ലേ. റെയിൻ വാട്ടർ വന്ന് ന്യൂട്രൽ അല്ല. റെയിൻ വാട്ടർ is slightly acidic in nature. It mixes with atmospheric carbon dioxide and has a slightly acidic character. ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് കൂടുതൽ സൾഫർ ഡയോക്സൈഡ് അവരൊക്കെ റിയാക്ട് ചെയ്തിട്ട് ഇനിയും ആസിഡിക് ആക്കിക്കാളൂ റെയിൻ വാട്ടറിനെ. ബട്ട് നോർമൽ റെയിൻ വാട്ടർ ഈസ് ഓൾസോ സ്ലൈറ്റ്ലി ആസിഡിക് ഇൻ നേച്ചർ. So till here is what we are going to do in this video. More about the reactions between acid and bases and more about salts and all we'll do in the next video. Okay children, bye.